ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നാളെ 5ാം ക്ലാസ്സിലത്തെ കൂട്ടുകാർക്ക് സോഷ്യലാണ് എക്സാം. അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 1, ലുക്ക് അറ്റ് ദ പിക്ചർ. ഒരു പിക്ചർ തന്നിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് നോക്കി നോക്കാം. ഹൗ ക്യാൻ യു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓൺ ദീസ് മാപ്പ് ഹാങ്ങിങ് ഓൺ ദ വാൾ? അപ്പോൾ എന്താണ് ഈ മാപ്പ്? ഒരു മാപ്പിൻ്റെ പിക്ചറാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ മാപ്പ് എന്താ, ഒരു വോളും ഒരു ചുമരും തൂക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഡയറക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുക? ടോപ്പ് എന്തായിരിക്കും, ബോട്ടം എന്തായിരിക്കും, റൈറ്റും ലെഫ്റ്റും ഒക്കെ ഏതാണ്? ഇതപ്പോൾ ടോപ്പ് ഏതാണ്? ടോപ്പ് എന്താണ്, നോർത്ത് ആയിരിക്കും. അപ്പോൾ ഒരു ചുമരുമ്പ് തൂക്കിയിട്ടുള്ള മാപ്പിൻ്റെ നോർത്ത് എന്ന് പറയുന്നത് ടോപ്പായിരിക്കും. ഇനി ബോട്ടം അപ്പോൾ മേലെ നോർത്ത് ആവുമ്പോൾ താഴെ എന്തായിരിക്കും, സൗത്ത് ആയിരിക്കും. റൈറ്റിലേക്ക് വെസ്റ്റ് ആയിരിക്കും, ലെഫ്റ്റിലേക്ക് ഈസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നെയിം എ ഡിവൈസ് യൂസ് ഇറ്റ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ. അപ്പോൾ ഡയറക്ഷൻ ഫൈൻഡ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ഏതാണ്? കോമ്പസ്. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി നമ്പർ കൂട്ടുകാർ നോക്കണ്ട, നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യാണ്, സോർട്ട് ചെയ്തിട്ട് പറയുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ഒബ്സർവ് ദ ഔട്ട്ലൈൻ ഓഫ് എ വില്ലേജ് പഞ്ചായത്ത് ഇൻ കേരള. കേരളത്തിലെ ഒരു വില്ലേജ് പഞ്ചായത്തിൻ്റെ ഒരു മാപ്പിൻ്റെ ഔട്ട്ലൈനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏത് വില്ലേജിൻ്റെയാണ്? വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൻ്റെയാണ്. അപ്പോൾ ആ മാപ്പ് ഒന്ന് ആദ്യം ഒബ്സർവ് ചെയ്യുക. ഇനി അതിലെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് വാട്ട് ആർ ദ ഗിവൺ ഇൻഡിസസ് ഇൻഡിക്കേറ്റ് ഓൺ ദ മാപ്പ്. അപ്പോൾ ഇതിലത്തെ ഇൻഡിസസ് എന്തിനൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്? എന്തിനൊക്കെയാണ്? ഡിസ്ട്രിക്ട് ബൗണ്ടറീനെ കാണിക്കുന്നുണ്ട്, അതുപോലെ പഞ്ചായത്ത് ബൗണ്ടറീനെ കാണിക്കുന്നുണ്ട്, റെയിൽവേ ലൈൻ കാണിക്കുന്നുണ്ട്, റിവർ കാണിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് അതിലെ ബി ക്വസ്റ്റ്യൻ, വിച്ച് മേജർ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് റൺസ് പാരലൽ ടു ദ ഭാരതപ്പുഴ റിവർ. അപ്പോൾ ഭാരതപ്പുഴ റിവറിൻ്റെ പാരലായിട്ട് ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടാണ് അവിടെ കാണിക്കുന്നത്? ആ മോഡ് ആ പിക്ചറിൽ നോക്കുക, അത് ഏതാണ്? അത് റെയിൽവേയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ബീൻ്റെ ആൻസർ റെയിൽവേ ആണ്. നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ, ലിസ്റ്റ് 2 ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് യുവർ ഓൺ വില്ലേജ്. അപ്പോൾ എന്താണ്, കൂട്ടുകാരുടെ വില്ലേജിൻ്റെ എന്തെങ്കിലും പ്രത്യേകതകൾ, ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എഴുതുക. അപ്പോൾ കൂട്ടുകാരുടെ സ്വന്തം വില്ലേജിത്തെ വേണം എഴുതാൻ. എന്തെങ്കിലും ഇപ്പോൾ ലൈക്ക് റെയിൽവേ ഉണ്ടോ, അതുപോലെ അങ്ങനെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ അത് കൂട്ടുകാരെ എഴുതുക. അപ്പോൾ കൂട്ടുകാരുടെ വില്ലേജിൻ്റെ തന്നെ എഴുതേണ്ടത്. അപ്പോൾ അത് കൂട്ടുകാരെ എഴുതി നോക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്ന് എഴുതണം. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് വായിച്ച് നോക്കാം. ഡെമോക്രസി ഈസ് എ സിസ്റ്റം ഇൻ വിച്ച് ദ പീപ്പിൾ റൂൾ ഡയറക്ട്ലി ഓ ബൈ ദെയർ ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്. അപ്പോൾ എന്താ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ? ഒരു സിസ്റ്റമാണ്. അതിലെന്താണ്, ജനങ്ങൾ ഡയറക്റ്റായിട്ട് എന്താണ് റൂൾ ചെയ്യും. എങ്ങനെയാണ്? അല്ലെങ്കിൽ എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ചെയ്യും. ഓക്കെ, ഇനി ബി ക്വസ്റ്റ്യൻ, ത്രൂ ദ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസ് ദ പീപ്പിൾ ഗെറ്റ് ദ ഓപ്പർച്യൂണിറ്റി ടു ഡയറക്ട്ലി ഇൻ്റർവെൻസ് ഇൻ ദ ഗവർണൻസ് അഫയേഴ്സ്. അപ്പോൾ എന്താണ് ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസിലൂടെ ഈ ജനങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. എന്താണ്, ഡയറക്റ്റായിട്ട് ഗവർണൻസ് അഫയേഴ്സിൽ ഇൻ്റർവെൻസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ലഭിക്കും. ഇനി സി ക്വസ്റ്റ്യൻ, ദ മാറ്റേഴ്സ് ഡിസൈഡഡ് ബൈ ദ ഹെഡ് ഓഫ് ദ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസ് ആർ ഇംപ്ലിമെൻറ്റഡ് ഇൻ ദ വില്ലേജസ്. അപ്പോൾ എന്താണ്, ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡിയുടെ മാറ്റേഴ്സൊക്കെ എന്താണ്, ഡയറക്റ്റ്ലി വില്ലേജസ് ആണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ കറക്റ്റ് എന്ന് പറയുന്നത് എയും ബിയും ആണ്. ഡെമോക്രസി ഈസ് എ സിസ്റ്റം ഇൻ വിച്ച് ദ പീപ്പിൾ റൂൾ ഡയറക്ട്ലി ഓ ബൈ ദെയർ ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സും, അതുപോലെ ത്രൂ ദ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസ് ദ പീപ്പിൾ ഗെറ്റ് ഓപ്പർച്യൂണിറ്റി ടു ഡയറക്ട്ലി ഇൻ്റർവെൻസ് ഇൻ ദ ഗവർണൻസ് അഫയേഴ്സും. ഓക്കെ,
ഇനി അതിൽ ബി ക്വസ്റ്റ്യൻ നോക്കാം. ദ നോട്ടീസസ് ഗിവൺ ഇൻ കണക്ഷൻ വിത്ത് ദ ഇലക്ഷൻ ഓഫ് ദ സ്കൂൾ പാർലമെൻറ്റ് ഷോൾ ബി പ്രോപ്പർലി അറേഞ്ച്ഡ് അക്കോർഡിംഗ് ടു ദ ഇലക്ഷൻ. അപ്പോൾ എന്താണ് താഴെ എന്താണ് ഈ സ്കൂൾ പാർലമെൻറ്റ് ഇലക്ഷൻ്റെ നോട്ടീസിൽ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പ്രോപ്പറായിട്ടല്ല ഉള്ളത്. അപ്പോൾ ആദ്യം നമുക്കത് വായിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് ഓർഡർ ആക്കണം. പബ്ലിക്കേഷൻ ഓഫ് ഫൈനൽ ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സ്, സബ്മിഷൻ ഓഫ് നോമിനേഷൻ പേപ്പേഴ്സ്, voting, withdrawal of nomination paper, scrutiny of nomination papers, counting of votes and declaration of results, first meeting of school parliament. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അറേഞ്ച്മെൻറ്റ്സ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇലക്ഷൻ്റെ ആ സ്റ്റെപ്സ് നമുക്കറിയാം. അപ്പോൾ അത് വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് കറക്റ്റ് ഓർഡറിൽ എങ്ങനെ അറേഞ്ച് ചെയ്യും നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കറക്റ്റ് ഓർഡറിലാക്കാം? സബ്മിഷൻ ഓഫ് നോമിനേഷൻ പേപ്പേഴ്സ്. അപ്പോൾ ആദ്യം നമ്മൾ നോമിനേഷൻ്റെ പേപ്പർ സബ്മിറ്റ് ചെയ്യണം. സ്ക്രൂട്ടിനി ഓഫ് നോമിനേഷൻ പേപ്പർ, വിത്ഡ്രോവൽ ഓഫ് നോമിനേഷൻ പേപ്പർ, പബ്ലിക്കേഷൻ ഓഫ് ഫൈനൽ ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സ്, വോട്ടിംഗ്, കൗണ്ടിങ് ഓഫ് വോട്ട്സ് ആൻഡ് ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട്, സ്കൂൾ പാർലമെൻറ്റ് ഫസ്റ്റ് മീറ്റിംഗ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഓർഡർ വരിക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. ദ നെക്സ്റ്റ് ആക്ടിവിറ്റി 4 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റൈറ്റ് ദ വാരിയസ് സ്റ്റേജസ് ഓഫ് ഇലക്ഷൻ ഇൻ അവർ കൺട്രി. നമ്മുടെ കൺട്രിയിലെ ഇലക്ഷൻ്റെ വാരിയസ് സ്റ്റേജസ് എഴുതാൻ. അപ്പോൾ എന്താ? അപ്പോയിൻമെൻറ്റ് ഓഫ് ഇലക്ഷൻ ഓഫീസേഴ്സ്, ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ, സബ്മിഷൻ ഓഫ് നോമിനേഷൻ, സ്ക്രൂട്ടിനി ഓഫ് നോമിനേഷൻ, വിത്ഡ്രോവൽ ഓഫ് നോമിനേഷൻ, ഇലക്ഷൻ ക്യാമ്പയിൻ, പോളിംഗ്, കൗണ്ടിങ് ഓഫ് വോട്ട്സ് ആൻഡ് ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട്സ്. അപ്പോൾ എന്തൊക്കെയാണ്? ഇലക്ഷൻ ഓഫീസേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യും, ദെൻ നോട്ടിഫിക്കേഷൻ വരും, ദെൻ എന്താണ് നോമിനേഷൻ സബ്മിറ്റ് ചെയ്യണം, അതുപോലെ സ്ക്രൂട്ടിനി ചെയ്യണം, ദെൻ എന്ത് ചെയ്യണം? നോമിനേഷൻ വിഡ്രോവലാണ്, ദെൻ ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തും, പിന്നെ പോളിംഗ് ആണ്, പിന്നെ എന്ത് ചെയ്യും? വോട്ടൊക്കെ കൗണ്ട് ചെയ്തിട്ട് റിസൾട്ട് പബ്ലിഷ് ചെയ്യും. ഓക്കെ, ദെൻ അതിൽ ബി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ഇലക്ഷൻ? ഇലക്ഷൻസിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? റൂളേഴ്സ് ആർ മോൾട്ടഡ്, സ്ട്രെങ്തൻസ് ഡെമോക്രസി, ഓൾ ആർ റെപ്രസെൻറ്റഡ്, എഡ്യൂക്കേറ്റ്സ് വോട്ടേഴ്സ്, ഗവൺമെൻറ് ആർ ഫോംഡ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇലക്ഷൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. റൂളേഴ്സൊക്കെ വരും, ദെൻ എന്താ നമ്മുടെ ഡെമോക്രസി ഒന്നും കൂടി സ്ട്രെങ്തൻ ആവും, എല്ലാവരും റെപ്രസെൻറ്റ് ചെയ്യും, ദെൻ എഡ്യൂക്കേറ്റ്സ് വോട്ടേഴ്സ് ആയിരിക്കും, ദെൻ എന്താ ഗവൺമെൻറ്റ്സ് ആർ ഫോംഡ്, ഗവൺമെൻറ് ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇലക്ഷൻ്റെ ഫങ്ഷൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുന്നേ നമ്മളൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.